ഇസ്രായേൽ നഗരങ്ങൾക്കു നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളിലൊന്നായ നെവാറ്റിം എയർബേസിൽ മിസൈൽ നാശം വിതച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സാണ് ആക്രമണത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ മാധ്യമങ്ങളും ഇവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലകളിൽ ഒന്നാണ് ബിർഷബയിലെ നെവാറ്റിം വ്യോമതാവളം. ഇസ്രായേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വ്യോമതാവളങ്ങളിൽ ഒന്നാണിത്. ദക്ഷിണ ഇസ്രായേലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇറാൻ മിസൈലുകൾ നാശം വിതച്ചത്. ആക്രമണത്തിനിരയായ സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ഇസ്രായേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നതിനിടെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ഇറാൻ മിസൈൽ വർഷത്തിൽ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട താവളത്തിന്റെ മേൽക്കൂരയിൽ വലിയൊരു ദ്വാരം രൂപപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൺവേയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കെട്ടിടത്തിന് പരിസരത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വ്യോമതാവളത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ IDF തയ്യാറായിട്ടില്ല. ആക്രമണത്തിന് ശേഷമുള്ള വ്യോമതാവളത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതിന് സൈന്യത്തിന്റെ നിയന്ത്രണമുണ്ടെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ നെവാറ്റിം എയർബേസിലുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US നിർമ്മിത F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. അമേരിക്കയിലെ ലോക്ക്ഫീൽഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധവിമാനമായ സൂപ്പർ ഹെർക്കുലീസും ഇസ്രായേൽ നിർമ്മിത വിമാനമായ വിങ് ഓഫ് സയണും താവളത്തിലുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമമായ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ വ്യോമതാവളങ്ങൾക്കു നേരെ ഇറാൻ ആക്രമണം ഉണ്ടായതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു സൈന്യത്തിന്റെ വാദം. താവളത്തിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തുടർന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. ഓഫീസ് കെട്ടിടം, മെയിൻ്റനൻസ് കേന്ദ്രം എന്നിവിടങ്ങളിലാണ് മിസൈൽ പതിച്ചത്. യുദ്ധവിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ ആയുധങ്ങൾക്കോ സുപ്രധാനമായ കെട്ടിടങ്ങൾക്കോ ഒന്നും ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും IDF അവകാശപ്പെട്ടിരുന്നു. തെൽ അവീവിലെ മൊസാദ് ആസ്ഥാനത്തിലോ തൊട്ടടുത്തോ ഇറാൻ മിസൈൽ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് നെവാറ്റിം, തെൽനോഫ് വ്യോമതാവളങ്ങളും ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലും നെവാറ്റിനെ ഉന്നമിട്ടിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസത്തെ മിസൈൽ ആക്രമണ സമയത്ത് നെവാറ്റിം വ്യോമതാവളത്തിന് സമീപത്തുള്ള നെഗേവ് മരുഭൂമിയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നെവാറ്റിം താവളം ലക്ഷ്യമിട്ട് തുടർച്ചയായി മിസൈലുകൾ എത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒക്ടോബർ 1 രാത്രിയായിരുന്നു ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്ന് തുരുതുരാ മിസൈലുകൾ വർഷിച്ചത്. 200ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ വിക്ഷേപിച്ചതെന്നാണ് വിവരം. ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിനു പിന്നാലെ ഇറാൻ ആക്രമണമുണ്ടാകുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടാകുമെന്നായിരുന്നു US മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടും ഇറാൻ മിസൈലുകൾ പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളിലെല്ലാം പതിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനെ ഞെട്ടിച്ച ആക്രമണത്തിൽ ആളപായത്തിന്റെയോ നാശനഷ്ടത്തിന്റെയോ കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. വിവരങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേലും തയ്യാറായിട്ടില്ല. ഇറാന് സഹായകരമാകുന്ന വിവരങ്ങളൊന്നും തങ്ങൾ നൽകുന്നില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും നിയന്ത്രണമുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.